ശരി, വളരെയധികം നന്ദി ശ്രീ ശശിധരൻ പിള്ള ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യക്കിടെയാണ് ആചാരലംഘനം നടന്നുവെന്ന് കാണിച്ച് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ പരിഹാരക്രിയ വേണമെന്നാണ് ഈ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത്. ദേവന് നേതിക്ക് മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയത് തെറ്റാണെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് പറയുന്നത്. പള്ളിയുടെ സേവാസംഘം പ്രതിനിധികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പരസ്യമായി പരിഹാരക്രിയ ചെയ്യണമെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം. സെപ്റ്റംബർ 14-നാണ് ഈ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം ഉണ്ടായെന്ന് ക്ഷേത്രം തന്ത്രി പറയുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ദേവനെ നേദിച്ച ശേഷം ഉച്ചപൂജ കഴിഞ്ഞാണ് ആനക്കൊട്ടിലിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തേണ്ടത്. എന്നാൽ അതിനു മുൻപ് ദേവസ്വം മന്ത്രിക്കായി സദ്യ വിളമ്പി. ആചാരലംഘനത്തിന് പരസ്യമായ പരിഹാരക്രിയ വേണമെന്നാണ് ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ് ഭട്ടതിരിപ്പാട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയുടെ സേവാസംഘം പ്രതിനിധികൾ, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ, ഭരണ ചുമതലയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുൾപ്പെടെ പരിഹാരക്രിയ ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഇപ്പോൾ പള്ളിയുടെ സേവാസംഘം മുൻ പ്രസിഡന്റ് ഇപ്പോൾ വള്ളസദ്യ നിർവാഹക സമിതി മുൻ അംഗം അഡ്വക്കേറ്റ് കെ ഹരിദാസ് കടമനിട്ട കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരിദാസ് കടമനിട്ട, അതായത് ഈ ആചാരം ഇത് എങ്ങനെയാണ് സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ സെപ്റ്റംബർ 14-നാണ് ഈ ഒരു ആചാര ലംഘനം നടന്നതെന്നാണ് ഇപ്പോൾ ക്ഷേത്രം തന്ത്രി പറയുന്നത്. ഇതിൽ ഒരു നടപടി അത് ഉണ്ടാകേണ്ടത് അനിവാര്യമാണോ? തീർച്ചയായിട്ടും ഭഗവാന്റെ ജന്മനാളാണ്, അദ്ദേഹത്തിന്റെ ജന്മനാളാണ് അഷ്ടമരോഹിണി, ജന്മാഷ്ടമി. കഴിഞ്ഞ ഒരു 6 വർഷം ഞാൻ ഈ വള്ളസദ്യ നിർവാഹക സമിതിയുടെ അംഗമായിരുന്നു. അതായത് അഷ്ടമരോഹിണി വള്ളസദ്യയും അതേപോലെ തന്നെ ഏതാണ്ട് 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഒരു സമിതിയില് 7 അംഗങ്ങളുള്ള ഒരു സമിതിയിൽ അംഗമായിരുന്നു. അപ്പോ ഈ ജന്മാഷ്ടമി ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാളാണ്, ഭഗവാന്റെ പിറന്നാളാണ്. ആ പിറന്നാള് ദിവസം ഏതാണ്ട് ഒരു 11:30 മണിയോടുകൂടി 11:30 കഴിയുമ്പോ അവിടെ അകത്ത് നേദ്യം, അദ്ദേഹത്തിന് ഈ വള്ളസദ്യക്കുണ്ടായ ആ വിഭവങ്ങൾ, അതിന്റെ പായസവും മറ്റും അതകത്ത് നേദിക്കും. അകത്ത് നേദിച്ച ശേഷം അവിടെ നിന്ന് ക്ഷേത്ര മേൽശാന്തി ദീപം കൊണ്ടുവരും. ആ ദീപം കൊണ്ടുവന്നിട്ടാണ് ആനക്കുട്ടിലിൽ വെച്ചിരിക്കുന്ന നിലവിളക്കിലേക്ക് ആ ഭദ്രദീപം പകരുന്നത്. ആ ദീപം പകർന്ന ശേഷമാണ് അവിടെ ഇലയിൽ ഭഗവാന് സങ്കല്പിച്ച് വീണ്ടും വിളമ്പുന്നത്. അത് വിളമ്പിയ ശേഷം മാത്രമാണ് ജന്മാഷ്ടമി ദിവസത്തെ വള്ളസദ്യ ഭക്തരും മറ്റ് ക്ഷണിക്കപ്പെട്ടവരും എല്ലാം കഴിക്കുക. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല. അകത്ത് പൂജ കഴിഞ്ഞില്ല, ഭഗവാനെ നേദിച്ചില്ല. അതിനു മുമ്പ് ക്ഷണിക്കപ്പെട്ട VIP വന്ന് വിളക്കും കത്തിച്ച് അവര് പോയിരുന്ന ഭഗവാൻ അകത്ത് പോയി അവര് പോയിരുന്ന ഊട്ടുപുരയിൽ പോയിരുന്ന ഭക്ഷണം കഴിച്ചു. ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ്, ഭഗവാന് പിറന്നാൾ സദ്യ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ VIP സദ്യ കഴിച്ചു. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീടുകളിലാണെങ്കിലും ഒരു പിറന്നാൾ ഉണ്ടെങ്കിൽ ആ പിറന്നാളുകാരനാണ് ആദ്യം അത് മധുരമാകട്ടെ, മറ്റെന്തെങ്കിലും കേക്കാകട്ടെ, എന്തും ആയിക്കോട്ടെ, ആദ്യം അതെടുത്ത് ആ പിറന്നാളുകാരന്റെ വായിൽ ഒന്ന് കൊടുത്ത ശേഷം മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം കഴിക്കുക. ഇവിടെ പിറന്നാളുകാരൻ ഭഗവാൻ ഭക്തവത്സനായ ശ്രീകൃഷ്ണന് പിറന്നാൾ സദ്യ കൊടുക്കുന്നതിന് മുമ്പ് ഈ വർമ്മമാരെല്ലാം അവിടെ ഇരുന്ന് കഴിക്കുക. എല്ലാ വിഭവങ്ങളും കൂട്ടി സദ്യ ഉണ്ടേച്ച് പോവുകയാണ്. ഇതിനപ്പുറത്തൊരു ആചാരലംഘനം ഉണ്ടോ? ഇത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ? ഇത് ഇത്ര തികഞ്ഞ ആചാരലംഘനം. ഇപ്പൊ ഞങ്ങളൊക്കെ ഇരുന്ന സമയത്ത് ഓർക്കാവശ്യം, എനിക്കൊന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അനന്തഗോപൻ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ ഇതുപോലെ കുറെ പേര് പെട്ടെന്ന് വിളിച്ചോണ്ട് വന്ന് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ പറഞ്ഞു, ഇല്ല, അത് അകത്തെ നേദ്യം കഴിഞ്ഞില്ല, ആ നേദ്യം കഴിഞ്ഞ ശേഷം മാത്രം നമുക്കിത് കത്തിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഏതാണ്ട് ഒരു അരമണിക്കൂറിലേറെ എല്ലാവരും അവിടെ നിന്നു. ഈ വന്ന ക്ഷണിതാക്കളും മറ്റു കാര്യങ്ങളും എല്ലാവരും അവിടെ നിന്നു. അകത്ത് ഭഗവാന് നേദ്യം കൊടുത്ത ശേഷം ദീപം കൊണ്ടുവന്നിട്ട് ശേഷമാണ് അന്ന് അവിടെ ഈ വിളക്ക് കത്തിച്ചതും വിളമ്പിയതൊക്കെ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോരുന്ന ഒരു അമ്പലം, ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലാണ് ഇത് കാണിച്ചത്.
അപ്പൊ ഇതൊക്കെ എന്തുമാകാം. ഈ ഹൈന്ദവന്റെ ക്ഷേത്രത്തിൽ, ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ എന്ത് ആചാരലംഘനവും കാണിക്കാം, എന്ത് തോന്നിവാസവും കാണിക്കാം എന്നൊരു അഹന്ത, അല്ലെങ്കിൽ ഞങ്ങളാണ് എല്ലാറ്റിനും മുകളിൽ, ഭഗവാന് മുകളിൽ എന്ന ദേവസ്വം മന്ത്രിയുടെയും അല്ലെങ്കിൽ മറ്റ് ഭരണകർത്താക്കളുടെയും ഒക്കെ ഒരു ധിക്കാരം, അതാണ് ഈ കഴിഞ്ഞ അഷ്ടമരോഹിണി നാളിൽ ആറന്മുള ക്ഷേത്രത്തെ കണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരിദാസ് കടമനിട്ട ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ആറന്മുളയിലാണ് ആചാരലംഘനം നടന്നുവെന്ന് കാണിച്ചുകൊണ്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്തയച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരിഹാരക്രിയ വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവനെ നേതിക്ക് മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയത് തെറ്റാണെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ് ഭട്ടതിരിപ്പാട് പറയുകയാണ്. പള്ളിയുടെ സേവാ സംഘം പ്രതിനിധികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പരസ്യമായി പരിഹാരക്രിയ ചെയ്യണമെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം. സെപ്റ്റംബർ 14 നടന്ന വള്ളസദ്യയിലാണ് ഇത്തരത്തിൽ ആചാരലംഘനം ഉണ്ടായെന്ന് ക്ഷേത്രം തന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ദേവനെ നേദിച്ച ശേഷം മാത്രം ഉച്ചപൂജ കഴിഞ്ഞ ശേഷമാണ് ഈ ആനക്കുട്ടിലിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ദേവസ്വം മന്ത്രിക്കായി സദ്യ വിളമ്പി എന്നാണ് ഇപ്പോൾ തന്ത്രി പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.